എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കരളിന്റെ റെസിപ്പി, പിന്നെ ഇഷ്ടപ്പെടാത്ത തലച്ചോറിന്റെ റെസിപ്പിയാണ് കേട്ടോ. കരൾ ഇഷ്ടമാണോ? കുറെ പേർക്കൊന്നും ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യം തന്നെ ചിക്കന്റെ ലിവറാണ്. അത് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ശേഷം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ സ്പൈസസ് ആഡ് ചെയ്ത് ചെറിയുള്ളി ഒന്ന് വഴറ്റിയ ശേഷം മഞ്ഞൾപ്പൊടിയും പെരുംജീരകം പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് ചിക്കൻ ലിവറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കന്റെ ലിവറിന് അധികം വേവൊന്നുമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണയും ചതച്ച കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ലിവർ റോസ്റ്റ് റെഡിയാണേ. അടുത്തതായിട്ട് ബീഫിന്റെ ലിവറാണ് കേട്ടോ. ഇതിന്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. നല്ല ചൂട് പൊറോട്ടയോ പുട്ടോ ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച കഷ്ണങ്ങളിലേക്ക് കാന്താരിയും പച്ചക്കുരുമുളകും ചതച്ചതും ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, കറിവേപ്പിലയും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ സ്പൈസസ് ആഡ് ചെയ്തിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ബീഫ് ലിവർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. ഈ കഷ്ണങ്ങളൊന്നുമില്ലെങ്കിൽ കുക്കറിൽ 2 വിസിലടിച്ച് വേവിച്ച ശേഷം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ സ്ലോ കുക്ക് ചെയ്തും എടുക്കാം കേട്ടോ. ഇനി ആ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ കുറച്ചുകൂടെ കുരുമുളക് പൊടിയും പെരുംജീരകം പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അവസാനം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബീഫ് ലിവർ റോസ്റ്റ് റെഡിയാണേ. കരള് വരട്ടിയത് ഇഷ്ടമുള്ളവരൊക്കെ പോന്നോളൂ ട്ടോ. മട്ടന്റെ കരള് നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്തതുണ്ട്. എനിക്ക് കരള് ഭയങ്കര ഇഷ്ടമാണ്. മട്ടന്റെ ആയാലും ചിക്കന്റെ ആയാലും ബീഫിന്റെ ആയാലും. അപ്പൊ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം പൊടി, കറിവേപ്പിലയും ഉപ്പും കൂടി ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഈ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ പെരുംജീരകവും കറുവപ്പട്ടയും ഗ്രാമ്പൂവും ചേർത്ത ശേഷം ചെറിയുള്ളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച കരള് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ കുക്കറിൽ ഒരു 2 വിസിൽ അടിച്ച് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ സ്ലോ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ലാസ്റ്റ് കുറച്ചുകൂടെ കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മൊരിയിച്ചെടുത്താൽ നമ്മുടെ കിടിലൻ മട്ടൻ ലിവർ റോസ്റ്റ് റെഡിയാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. പോത്തിന്റെ ബ്രെയിൻ കഴിച്ചിട്ടുണ്ടോ? ഇതിന്റെ രുചി എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ വാങ്ങിയതാണ്. കാണുമ്പോ എന്തോ പോലെയൊക്കെ തോന്നുമെങ്കിലും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ആദ്യം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയ പീസസ് ആക്കി മാറ്റി വെക്കാം. ഇനി ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക്, ഉപ്പ് എല്ലാം അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ബീഫ് ബ്രെയിനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അടപ്പ് തുറന്ന് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡറും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. ഇതിന്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ.